എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പത്തിന്റെ അടയാണ്. ഗോതമ്പത്തിന്റെ അട എന്ന് പറയുമ്പോൾ നമ്മൾ ചക്ക കൊണ്ടുവച്ച അടയാണ്. ചക്ക, പഴുത്ത ചക്ക പിന്നെ ഞാൻ വരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴുത്ത ചക്ക വരട്ടി വെല്ലവും പശുവിനെയൊക്കെ ചൂടിയിട്ട് നല്ല വരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ കുറേ ദിവസം ഞാനിങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് പിന്നെ അട ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. കേട്ടോ, ഇതാണ് ചക്ക വരട്ടിയതായത്. കേട്ടോ, ഇതാ ഈ ചക്ക വരട്ടിയത്. ഇത് നമുക്ക് തേങ്ങയും കുറച്ചും കൂടി ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ചടയുണ്ടാകുന്ന കുറച്ച് മധുരം വേണം. അപ്പോൾ ഇതിൽ നമുക്ക് തേങ്ങയും ഒരു കഷ്ണം വെള്ളവും ചേർത്ത് നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഇവിടെ ഇതിനെ ചീച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങയാണ്. തേങ്ങ നമുക്ക് കുറച്ചൊന്ന് വിളയിച്ചെടുക്കണം. അതിൽ കുറച്ച് അതിനകത്ത് കുറച്ചൊരു വെള്ളത്തിൻ്റെ മധുരത്തിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ചൂടാക്കിയെടുക്കാം. ഇതിൽ തന്നെ ഉരുക്കി വരും. വേറെ വേണ്ടിക്ക് ചെറിയ ഒറ്റ വെള്ളമായോണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നത്. അല്ലെങ്കിൽ നമുക്കത് വേറെ തന്നെ ഉരുക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഏലക്കായൊക്കെ ഇട്ടതാണ്. ഏലക്കായ്, പശു നെയ്യ് എല്ലാം ഇട്ടിട്ട് വിളയിച്ചിട്ട് വെച്ചതാണ്. അതെല്ലാം ഇവിടെ കുത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് കുറച്ച് ഗോതമ്പൊടി, നമുക്ക് ആവശ്യമുള്ള ഗോതമ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഗോതമ്പൊടി കുറച്ച് ടൈറ്റിൽ കുഴച്ച് കൊടുക്കാം. അപ്പോൾ അടയാക്കേണ്ട കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേട്ടോ, നമ്മളിത് ആകുന്ന സമയത്താണ് പിന്നെ കൂട്ട് കുഴക്കാൻ പോയത്. അതിലിടക്ക് ഇത് നമുക്കിത് നല്ല കുറച്ച് ഇതായിട്ട് ആയിട്ടുണ്ട്. തേങ്ങ ഒന്ന് വെന്ത് വരുവാണ്. കാരണം വെച്ചാൽ നമ്മൾ ചക്ക ഓൾറെഡി നല്ലോണം വെന്ത് വിളഞ്ഞ സാധനമാണ്. അപ്പോൾ ഈ തേങ്ങേൻ്റെ പച്ച മണം മാറാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ല ഇതായിട്ടുണ്ട്. വേണ്ട, നല്ല സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വിളയിച്ച് വെച്ച ചക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മിക്സായി കൊടുക്കാം. തേങ്ങയും എല്ലവും പശു നെയ്യും എല്ലാം ചക്ക എല്ലാം ചേരുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. മധുരം നോക്കട്ടെ. മധുരമുണ്ട്, നോക്കാം. അപ്പോൾ ഇത് ഇവിടെ ഒന്ന് സെറ്റാകുമ്പോഴേക്ക് നമുക്ക് അട പരത്തി വെക്കാം. ഇല റെഡി ആയിട്ടുണ്ട്. അട പരത്താനുള്ള ഇല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഇരുന്ന് കൂട്ടെടുക്കുക. ഇതിലേക്ക് അങ്ങനെ വെക്കുക. കുറച്ച് നമ്മൾ കൈ വെള്ളത്തിലേക്ക് മുക്കുക. ഇത് നമ്മൾ കൈക്ക് ഒട്ടിപ്പിടിക്കും. അപ്പോൾ വെള്ളത്തിലൊന്ന് മുക്കുക. ഇതാ, അങ്ങനെ പറ്റുമൊന്നുമില്ല. വെള്ളത്തിലൊന്ന് കൈ മുക്കി പിടിച്ചാൽ പറ്റില്ല. വളരെ നേർമനിയാക്കിയിട്ട് പരത്തുക. ഇത് പരത്തി സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കത്തിക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് നിറച്ച് കൊടുക്കാം. ഇത് എടുക്കുക, ഇവിടെ വെക്കുക. ഇത് അടക്കുക. നമുക്കിത് വെള്ളം ചൂടായി വരുന്നുണ്ട്. വെള്ളം ചൂടായി വരുന്ന സമയത്ത് ആവിക്ക് വെച്ചു. ഇതുപോലെ ബാക്കിയെല്ലാം ആക്കി വെക്കാം. അപ്പോൾ ഇതാ അടയെല്ലാം ആവി വന്ന് ഇതാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഈ മസാല ബാക്കിയുണ്ട്, ചക്കേൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെത്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടി ഈ പിന്നെ കൂട്ടിൽ കുറച്ച് ഗോതമ്പം മിക്സാക്കിയിട്ട് കുഴക്കുക. ഇതും കൂട്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് മിക്സാക്കിയിട്ട് ഇത് കല്ലിൻ്റെ മേലെ, ദോശക്കല്ലിൻ്റെ മേലെ പരത്തിയിട്ട് റൊട്ടി പോലെ നമുക്ക് ചൂടാം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും ഞാനൊന്ന് കാണിച്ചുതരാം വീഡിയോ. ഇത് രണ്ടും മിക്സാക്കാം. കുറച്ച് കുഴക്കുക. ഈ സാധനം നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് രണ്ടും കൂടി ഇതുപോലെ മിക്സ് ചെയ്യാം. ഇത് നമുക്ക് കല്ലുമ്മൽ പരത്തിയെടുക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ കല്ല് ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടാണ്. അപ്പോൾ കല്ല് ചൂടായി വരുന്നത് കുറച്ച് പശു ചേർത്ത് കൊടുക്കാം.
എൻ്റെ അട ഇങ്ങനെ ആയി വരുന്നുണ്ട്, ആവിക്കുള്ള അട ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ കല്ല് ചൂടായിട്ടുണ്ട്. ചൂടായ കല്ലിലേക്ക് നമുക്ക് ഈ സാധനം ഇതുപോലെ പരത്തി കൊടുക്കാം. നമ്മൾ റൊട്ടിയൊക്കെ ചൂടൂല കല്ലുമ്മൽ, അതുപോലെ തന്നെ പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് വേവാൻ വെക്കാം. കുറച്ച് വേവുന്ന വരെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ആയിനോ നോക്കാം. ഇതുപോലെ ആക്കുക. ഒന്നും കൂടി അടച്ച് വെക്കാം. അപ്പോൾ ചെറിയ തീരെ അതായിരുന്നു വെന്ത് കഴിഞ്ഞാൽ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കുക. ഓക്കേ.